ഗുഡ് ഈവനിങ്. ഒരു പ്രോബ്ലം എല്ലാവർക്കും സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനത് ആദ്യം ചെയ്യാം കേട്ടോ. പറഞ്ഞുതരാം പ്രോബ്ലം. ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും. രണ്ടാമത് തന്ന ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യനിൽ സെക്ഷൻ ഡി. ക്ലിയർ? അപ്പോൾ അതിൽ ആ ക്വസ്റ്റ്യൻ്റെ മെയിൻ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് ഞാൻ എഴുതി വയ്ക്കാം. ഓക്കെ. സോ 100 ഷെയർസാണ് ഫോർഫീറ്റ് ചെയ്തിരിക്കുന്നത്. Forfeited 100 shares of rupees 10 each. 10 രൂപയാണ് ഫേസ് വാല്യൂ. ക്ലിയർ? അറ്റ് 20% പ്രീമിയം. 20% പ്രീമിയം എന്ന് പറയുമ്പോൾ 2 രൂപ കേട്ടോ. ഫേസ് വാല്യൂവിൻ്റെ മുകളിൽ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുക. പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ്റെ ഒപ്പമാണ് പേ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഈ ഒരു ഇത് വർക്ക് ചെയ്യുന്നില്ല ശരിക്കും. ഓക്കെ. പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ആപ്ലിക്കേഷൻ ഓൺ വിച്ച് അലോട്ട്മെൻറ്റ് മണി ഓഫ് ₹4 4 രൂപ അലോട്ട്മെൻറ്റും 3 രൂപ ഫസ്റ്റ് കോളും were not received. അതായത് ആപ്ലിക്കേഷൻ മണി മാത്രമേ റിസീവ് ചെയ്തിട്ടുള്ളൂ. 4 രൂപ അലോട്ട്മെൻറ്റ് മണി, 3 രൂപ ഫസ്റ്റ് കോളും റിസീവ് ചെയ്തിട്ടില്ല. ഫൈനൽ കോള് 2 രൂപയാണ്. ഫൈനൽ കോള് നോട്ട് കോൾഡ്. ആ 2 രൂപ കോൾ ചെയ്തിട്ടില്ല. ക്ലിയർ? അപ്പോൾ ഈ 2 rupeesൻ്റെ കാര്യത്തിലൊരു തീരുമാനമുണ്ട്. ഇറ്റ്സ് നോട്ട് കോൾഡ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. 10 രൂപയിൽ 8 രൂപ കോൾ ചെയ്തിട്ടുണ്ട്. അതിൽ 4 രൂപ അലോട്ട്മെൻറ്റ് മണി, 3 രൂപ ഫസ്റ്റ് കോള്, 7 ആയില്ലേ? അപ്പോൾ 1 രൂപയാണ് ആപ്ലിക്കേഷൻ. Application is 1 rupees plus 2 securities premium. അങ്ങനെയാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഈ ഷെയർസ് ഫൈനൽ കോൾ മണി ഡ്യൂ ആയിട്ടില്ല, കോൾഡ് അപ്പ് ചെയ്തിട്ടുമില്ല. അപ്പോൾ നമ്മൾ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഫോർഫീച്ചറിൻ്റെ ജേർണൽ എൻട്രി എഴുതുമ്പോൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിൻ്റാണത്. ഈ ഷെയർസ് ഒറിജിനലി അലോട്ട് ചെയ്തിട്ടുള്ളത് 4:5 റേഷ്യോയിലാണ്. നമ്മൾ അങ്ങനത്തെ പ്രോറാറ്റ അലോട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു ഇത് പഠിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ 200 ഷെയറിന് വേണ്ടി അപ്ലൈ ചെയ്തു വെച്ചാൽ എനിക്ക് കിട്ടണത് 200 × 4/5. അതാണ് 4:5 റേഷ്യോയിൽ കൊടുക്കണം. ദാറ്റ് മീൻസ് ഫോർ എവറി 5 ഷെയർസ് യു ആർ അലോട്ടഡ് 4. ക്ലിയർ? ഇപ്പോൾ നിങ്ങൾ 100 ഷെയർ അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് കിട്ടിയത് 10 ഷെയറാണ് വിചാരിക്കൂ. അപ്പോൾ ടോട്ടൽ നിങ്ങളുടെ ഷെയർ എത്രയാ? 100 ഷെയറിന് വേണ്ടി അപ്ലൈ ചെയ്ത ഒരാൾക്ക് 10 ഷെയർ അല്ലേ കിട്ടുള്ളൂ. 100 ഷെയറിന് വേണ്ടി അപ്ലൈ ചെയ്തു 10 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 100 ഷെയറിന് വേണ്ടി അപ്ലൈ ചെയ്തു 10 കിട്ടി. 10/100. ക്ലിയർ? അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണുള്ളത്. നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻ്റെ പാർട്ടിലേക്ക് കിടക്കാം. 4:5 എന്നുള്ള ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇത് ഈ കംപ്ലീറ്റ് റീഇഷ്യൂ ചെയ്യുന്നുണ്ട്. റീഇഷ്യൂവിൻ്റെ പാർട്ട് അവിടെ കിടക്കട്ടെ. നമുക്ക് ഫോർഫീച്ചറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫോർഫീച്ചറിൻ്റെ ജേർണൽ എൻട്രി എന്താ വരിക? ഫോർഫീച്ചറിൻ്റെ ജേർണൽ എൻട്രി എഴുതുമ്പോൾ എപ്പോഴും ആദ്യം ആലോചിക്കേണ്ടത് ഷെയർ ക്യാപിറ്റൽ ഇസ് ഡെബിറ്റഡ്. ക്ലിയർ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇസ് ഡെബിറ്റഡ് with the amount called up. Called up എന്ന് പറഞ്ഞാൽ തന്നെ എക്സ്ക്ലൂഡ് ദ സെക്യൂരിറ്റീസ് പ്രീമിയം. സെക്യൂരിറ്റീസ് പ്രീമിയം റിസീവ് ചെയ്തിട്ടുണ്ട്, അതിനെ ഒഴിവാക്കിയിട്ട് വേണം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പം 100 രൂപ വിലയുള്ള 100 ഷെയർസ് 8 രൂപ വിലയുള്ളത് 800 is to be debited. Clear? And to share allotment. Allotment money is not received, so that allotment has to be cancelled. Clear? To share first call money receive ചെയ്തിട്ടില്ല, അതും ക്യാൻസൽ ചെയ്യണം. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും എമൗണ്ട് ആണ്. 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ, 100 ഷെയർസ് ഫസ്റ്റ് കോൾ മണി 3 rupees ആണ്. ആ 3 റിസീവ് ചെയ്തിട്ടില്ല. പക്ഷെ അതിന് മുന്നേ നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ ഇവിടെ പ്രോറാറ്റ അലോട്ട്മെൻ്റ് ആണ്.
ഇയാളുടെ 100 ഷെയർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, 100 ഷെയർസ് ആണ് റീഇഷ്യൂ, ഐ മീൻ ഫോർഫീച്ചർ. ക്ലിയർ? ഇയാൾ എത്ര ഷെയറിന് അപ്ലൈ ചെയ്തു എന്ന് നമുക്കറിയില്ല. എത്ര ഷെയറിന് അപ്ലൈ ചെയ്തു എന്ന് അറിയോ? ഇല്ല. അപ്പോൾ നോർമലി എങ്ങനെ അറിയോ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 200 ഷെയറിന് അപ്ലൈ ചെയ്തു വെച്ചാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് 4/5 ആണ്. ക്ലിയർ? അപ്പോൾ 200 into 4 divided by 5, 800 divided by 5. അപ്പോൾ അവർക്ക് 160 ഷെയർ ആണ് കിട്ടുക. ക്ലിയർ? ഇതൊരു എക്സാമ്പിൾ ആട്ടോ ഞാൻ പറയണത്. ദിസ് ഇസ് ജസ്റ്റ് എൻ എക്സാമ്പിൾ. അതായത് 200 ഷെയറിന് അപ്ലൈ ചെയ്ത ഒരാൾക്ക് 160 ഷെയറേ കിട്ടുള്ളൂ പ്രോറാറ്റ അലോട്ട്മെൻറ്റിൽ. അപ്പോൾ തിരിച്ച് ഈ 160 എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ 200 കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം? 160 ഇൻറ്റു 5/4 നേരെ തിരിച്ചിടുക. ക്ലിയർ? ഇതിൻ്റെ റിവേഴ്സ് റെസിപ്രോക്കൽ ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ സോ യു വിൽ ബി ഗെറ്റിംഗ് 200. ക്ലിയർ അല്ലേ? 160 ഇൻറ്റു 5/4. ഇവിടെ നമുക്ക് 100 ഷെയർസ് ആണ് ഫോർഫീറ്റ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഹീ ഈസ് ഹാവിങ് 100 ഷെയർസ്. ബട്ട് വി ആർ നോട്ട് ഷുവർ ഹൗ മെനി ഷെയർസ് ഹീ ഹാസ് അപ്ലൈഡ് ഫോർ. ക്ലിയർ? സോ എത്ര ഷെയർസിനാണ് അയാൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ അതേ ടാക്ടിക്സ് യൂസ് ചെയ്തിട്ട് തന്നെ 100 ഇൻറ്റു 5/4. സോ ഹി ഗോട്ട് 125. 125 നമ്മൾ കൊടുത്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ മണി. ആപ്ലിക്കേഷൻ മണി എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. 1 രൂപ ആപ്ലിക്കേഷൻ മണിയും 2 രൂപ സെക്യൂരിറ്റീസ് പ്രീമിയം ആണ് അല്ലേ? അപ്പോൾ 1 രൂപ ആപ്ലിക്കേഷൻ മണിയും 2 രൂപ സെക്യൂരിറ്റീസ് പ്രീമിയം. ക്ലിയർ അല്ലേ? അപ്പോൾ 125 ഇൻറ്റു 3 രൂപയും അയാൾ അയച്ചിട്ടുണ്ടാവുക ആദ്യം. ദാറ്റ് മീൻസ് he has sent 375 rupees along with the application money. Clear? ഈ 375 rupees അയാൾ അയച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അയാൾക്ക് എത്ര അലോട്ട് ചെയ്തിട്ടുള്ളൂ? 100. അപ്പോൾ അയാൾ ശരിക്കും 100 ഇൻറ്റു 3 ആണ്, അല്ലെ? 100 ഇൻറ്റു 3 ആണ് അയാൾ കൊടുക്കേണ്ടത്. Is it clear for you? അപ്പോൾ 100 into 1 അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ കാണിക്കാം. കാരണം സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുന്നതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. 100 into 1 100 into 1 100 100 into 2 200. എന്തിനാ നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? 100 ഇൻറ്റു 1ഉം 100 ഇൻറ്റു 2ഉം. ഈ 200 സെക്യൂരിറ്റീസ് പ്രീമിയാണ്. ഇത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ തിരിച്ചു കൊടുക്കണ്ട. ഫോർഫീച്ചർ ആയാലും എന്തായാലും അത് കമ്പനിക്ക് കിട്ടിയ ലാഭമാണ്. ഫോർഫീച്ചർഡ് അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് വരേണ്ട ആവശ്യമില്ല. അപ്പം 375 രൂപ അയാൾ അടച്ചിട്ടുണ്ട്. അപ്ലിക്കേഷൻ മണി സെക്യൂരിറ്റീസ് പ്രീമിയം കൂടിയിട്ട് അയാൾക്ക് എത്ര രൂപയായി? 300 rupees ആയി. ക്ലിയർ? അപ്പം ഇനി അയാൾ ബാക്കി എത്ര ഉണ്ട്? വാട്ട് ഹി ഹാസ് റിമൈനിങ് ഇസ് 75 rupees വിച്ച് വിൽ ബി അഡ്ജസ്റ്റഡ് ടു ദ അലോട്ട്മെൻറ്റ് മണി. ഇനി അയാൾ അലോട്ട്മെൻറ്റ് സമയത്ത് അലോട്ട്മെൻറ്റ് എത്ര രൂപയെന്ന് നോക്കൂ. അലോട്ട്മെൻറ്റ് ഇസ് 100 into 4. 400 രൂപയാണ് അലോട്ട്മെൻറ്റ്. അയാൾ ഓൾറെഡി എത്ര രൂപ അടച്ചിട്ടുണ്ട്? 75 രൂപ അടച്ചിട്ടുണ്ട്. സോ വാട്ട് ഹി ഹാസ് ടു പേ ഈസ് 325 at the time of allotment. Clear? Which he has not paid. Not paid. ഇപ്പോൾ ഫോർഫീച്ചറിൻ്റെ ജേർണൽ എൻട്രി എഴുതുമ്പോൾ ഈ ഒരു കാര്യം മറക്കരുത്. ഇതാണ് അലോട്ട്മെൻറ്റ് മണി നോട്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ജേർണൽ എൻട്രി ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഒരു എൻട്രി, ആ എൻട്രി എഴുതുമ്പോൾ
75 രൂപ അയാളുടെ നിന്ന് റിസീവ് ചെയ്തിട്ടുണ്ട്. എത്ര രൂപ റിസീവ് ചെയ്യാത്തത്? 325 രൂപ റിസീവ് ചെയ്തിട്ടില്ല. ഇസ് ഇറ്റ് ക്ലിയർ ദിസ് പാർട്ട്? അപ്പോൾ ഈ പാർട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കണു. 325 റുപ്പീസ്. ഇനി ഫസ്റ്റ് കോൾ മണിയോ? ഫസ്റ്റ് കോൾ മണിയുടെ കാര്യത്തിൽ തീരുമാനം ഒരു ടെൻഷനും വേണ്ട. 100 × 3 ഇറ്റ് കംസ് ടു 300 റുപ്പീസ്. 300 രൂപയാണ് ഫസ്റ്റ് കോൾ മണി. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് കോൾ മണിയുടെ പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളിവിടെ എഴുതുക 300 റുപ്പീസാണ്. 300 രൂപയാണ് ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യാത്തത്. ക്ലിയർ? അപ്പം 325 300. അപ്പം 325 300 625. ഇവിടെ 800 രൂപ കടക്കുന്നുണ്ട്. ബാക്കി നമുക്കറിയാം ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്കുള്ള എമൗണ്ട് ആണ്. ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ മറന്നു പോകരുത്, ഫോർഫീറ്റഡ് അക്കൗണ്ട് ഹാസ് ടു ബി ഡെബിറ്റഡ് വിത്ത് ദ മണി ദാറ്റ് ഇസ് റിസീവ്ഡ്. അയാൾ എത്ര പൈസ തന്നു? വീണ്ടും നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. അയാൾ ഓൾറെഡി 375 തന്നിട്ടുണ്ട്. 200 നമ്മൾ കൺസിഡർ ചെയ്യരുത്. ക്ലിയർ? 200 സെക്യൂരിറ്റീസ് പ്രീമിയം ആണ്. ആ പൈസ ഫോർഫീച്ചറുമായി ബന്ധം വരുന്നത് എപ്പോഴാച്ചാൽ ഇഫ് ദിസ് ഇസ് നോട്ട് പെയ്ഡ്, ഇത് പേ ചെയ്തിട്ടില്ല വെച്ചാൽ അത് ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് വരും. ബട്ട് ഇഫ് ഇറ്റ് ഇസ് പെയ്ഡ്, ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ് മണി. സോ അയാൾ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഹാസ് ടു ബി ക്രെഡിറ്റഡ് വിത്ത് ദ എമൗണ്ട് ദാറ്റ് ഇസ് റിസീവ്ഡ് എന്നാണ്. സോ എമൗണ്ട് ദാറ്റ് ഇസ് റിസീവ്ഡ് ഓൺ ആപ്ലിക്കേഷൻ ഇസ് 100. 100 രൂപയാണ് ആപ്ലിക്കേഷൻ മണി. 200 + 100 300. ബാക്കി എത്രയുള്ളത്? 75. അപ്പോൾ 100 + 75. ക്ലിയർ? ദിസ് ഈസ് ദ മണി ദാറ്റ് വി ഹാവ് റിസീവ്ഡ് ഫോർ ദ കോൾസ്. അതായത് ഷെയർ ക്യാപിറ്റൽ ഇനത്തിൽ നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള പൈസ 100 + 75 ആണ്. 100 രൂപ ഷെയർ ആപ്ലിക്കേഷൻ മണി. 75 രൂപ എന്താ? 75 റുപ്പീസ് ഇറ്റ് വാസ് ട്രാൻസ്ഫർ ടു ദ അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റിൻ്റെ പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ഇതായതുകൊണ്ട് അലോട്ട്മെൻറ്റിൻ്റെ പൈസയും. സെക്യൂരിറ്റീസ് പ്രീമിയം ഇവിടെ കൺസിഡർ ചെയ്യണ്ട. സോ വാട്ട് ഈസ് ദ ഫോർഫീച്ചറിലേക്ക് പോണ എമൗണ്ട് എത്രയാണ്? ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് 175. ക്ലിയർ? വർക്കിംഗ് നോട്ട് നോക്കുക. വർക്കിംഗ് നോട്ടിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് 375 ആണ്. ആ 375 100 രൂപ ആപ്ലിക്കേഷൻ മണിയാണ്. 100 × 1 100 × 2 പിന്നെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് പോയി. അങ്ങനെ 300 രൂപ. ബാക്കിയുള്ള 75 അലോട്ട്മെൻറ്റിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റിൻ്റെ 75 രൂപ റിസീവ് ചെയ്തിട്ടുണ്ട്. 325 രൂപ റിസീവ് ചെയ്തിട്ടില്ല. അതിവിടെ നമ്മൾ ഫോർഫീച്ചറിൽ ക്രെഡിറ്റ് ചെയ്തു. ക്ലിയർ? അപ്പോൾ റിസീവ് ചെയ്ത എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ 75 രൂപയും ആപ്ലിക്കേഷൻ്റെ 100 രൂപയായിട്ട് 175 റുപ്പീസാണ് ഷെയർ ഫോർഫീറ്ററിലേക്ക്. ക്ലിയർ ആണോ? അടുത്ത എൻട്രി എന്താ വരിക? ഇനി അടുത്ത എൻട്രിയിൽ കൺഫ്യൂഷൻ ഇല്ല, എന്നാലും നമ്മൾ അടുത്ത എൻട്രിയും കൂടി നോക്കാം. അപ്പോൾ നമ്മൾ റീഇഷ്യൂൻ്റെ കഥ പറഞ്ഞില്ല ഉണ്ടോ? These shares were subsequently reissued at a discount of ₹1 per share. റീഇഷ്യൂ ചെയ്യണത് ഡിസ്കൗണ്ടിലാണ്. 1 രൂപ ഡിസ്കൗണ്ടിൽ റീഇഷ്യൂ ചെയ്യണത്. സോ ഇറ്റ് ഈസ് റീഇഷ്യൂഡ് അറ്റ് 7 rupees. പക്ഷേ ക്രെഡിറ്റഡ് ആസ് 8 പെയ്ഡ് അപ്പ്. 8 രൂപയാണ് പെയ്ഡ് അപ്പ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യണത്. പക്ഷേ 7 രൂപയെ റിസീവ് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ബാങ്ക് അക്കൗണ്ട് ഹാസ് ടു ബി ഡെബിറ്റഡ് വിത്ത് 7 rupees. So what will be the journal entry? Bank account debtor 100 × 7. Clear? 100 × 7 it comes to 700 rupees. 700 രൂപയാണ്. ക്ലിയർ? അപ്പോൾ അടുത്ത എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 700 rupees. What will be the next journal entry? To equity share capital 8 രൂപ വെച്ചിട്ടാണ് 800. ക്ലിയർ? അപ്പോൾ ബാക്കി എന്താ വരിക? ഒരു 100 rupees ലോസ് ആണ്. ദാറ്റ് ലോസ് ഹാസ് ടു ബി ടേക്കൺ ഫ്രം ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ബീയിങ് റീഇഷ്യൂ ഹാപ്പൻഡ് ഇൻ എ ലോസ്.
100 rupees goes to share forfeited account. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ എത്ര രൂപയെ ബാക്കിയുള്ളത്? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ഔട്ട് ഓഫ് 175ൽ 100 rupees പോയി ബാക്കി 75 rupees ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? എൻ്റെ ഈ ഒരു വൈറ്റ് ബോർഡിന് എന്തോ ഒരു ചെറിയ ഇഷ്യൂ, ഇറ്റ്സ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. കുറച്ച് ദിവസമായി ഇപ്പോൾ അത്. സോ കൈൻഡ്ലി ബെയർ വിത്ത് ദാറ്റ്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് പ്രോബ്ലം. 4th one വർക്കിംഗ് നോട്ട് ക്ലാരിഫൈ ചെയ്യുക, എന്തുകൊണ്ടാണ് അതെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.